ഇതാ ഇന്ന് ചെറിയ ഒരു മിനി ഗ്രോസറി ഷോപ്പിംഗ് പ്ലസ് എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. ഓഫ് ഡേ എന്നാണ് സാധാരണ പോവാറ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെതറൊക്കെ മാറി ഭയങ്കര വെയിലാണ്. രാവിലെ 9 മണിക്ക് നട്ട് ഉച്ച പോലത്തെ വെയിലാണ്. അപ്പോൾ ഓഫ് ഡേ നോക്കി ഇന്ന് അന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് വെയിലൊന്നും ഇല്ലാത്തത് കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ശ്രദ്ധിക്കും എങ്ങനെയുണ്ട് ഇന്ന് കാലാവസ്ഥയൊക്കെ. അപ്പോൾ നല്ലതായിട്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് സ്കൂട്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് പീനട്സ് ബട്ടറും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസ് തീർന്നു പോയായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു ഏരിയയിൽ നിന്നാട്ടോ എനിക്ക് ഒരിക്കലും എന്നെ അങ്ങ് രക്ഷപ്പെടുത്താൻ പറ്റാത്ത. ഞാൻ എങ്ങനെ കറങ്ങിപ്പോയാലും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ കൈ കിട്ടുന്നതാണ്. അതെന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. കാരണം എന്താണെന്ന് അറിയത്തില്ല, കിച്ചൺ സാധനത്തിനോട് ഇതുപോലെ ക്യൂട്ട് സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കും. ബില്ലിംഗ് സെക്ഷനിൽ എത്തുമ്പോഴാണ് എപ്പോഴും ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക, ഞാൻ ശരിക്കും എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ തന്നെയാണോ എടുത്തിരിക്കുന്നത്, അതോ ഇത്രയും സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും വല്ലപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. ഞാൻ തിരഞ്ഞെടുത്ത സാധനം ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല, ഞാനത് എടുത്തുകൊണ്ട് തന്നെ വരും. പിന്നെ ഇവിടെ 99-100 റുപ്പീസിന് നല്ല ടീഷർട്ട്സ് കിട്ടും ഡെയിലി യൂസിന്. മിക്കതും ഡിമാർട്ടിലൊക്കെ സെയിം കളക്ഷൻസാണ് ഉണ്ടാവുക. വല്ലപ്പോഴൊക്കെ ചേഞ്ചസ് ആയി കണ്ടാൽ ഞാൻ എടുത്തുകൊണ്ട് വരും. ഒന്ന് എനിക്കും ഒന്നിൻ്റെ ഫ്രണ്ടിനുള്ള റൂംമേറ്റിന്, അവളും ഇതുപോലെ ഡിമാർട്ടിൽ വന്ന് എനിക്ക് വേണ്ടി എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങനെയാട്ടോ, അവൾ എനിക്കൊന്ന് എടുക്കും, അവൾ പോകുമ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ഒന്ന് എടുക്കും. അങ്ങനെ ബില്ലിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തോട്ട് പോവാണ്. വീട്ടിലെത്തി. പിന്നെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിച്ച സാധനങ്ങൾ വീട്ടിൽ വന്ന് എനിക്ക് ഒന്നുകൂടെ കാണണം. എനിക്ക് ആരെങ്ങാണ്ടൊക്കെ കൊണ്ടു തന്ന പോലെ ഞാൻ ഒന്നുകൂടി അതൊക്കെ ഇങ്ങനെ ഒരുപാട് നോക്കി നിൽക്കും. ഈ ഗ്ലാസ് കണ്ടെയ്നറൊക്കെ ഞാൻ മേടിച്ചത് ഞാൻ ഡ്യൂട്ടിയിൽ പോകുന്ന സമയത്ത് തലേ ദിവസമാണ് വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്തിട്ട് സാലഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് വെക്കുന്നതെന്ന് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഫ്രഷായി കിടന്നുറങ്ങി. നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നു. ഡിന്നറിനാണെങ്കിൽ ചൗമീനായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഡയറക്റ്റ് ഡ്യൂട്ടിക്ക് കയറുകയാണ് ചെയ്തത്. അങ്ങനെ ഡ്യൂട്ടിക്കിടയിൽ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിലോട്ടുള്ള ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. കാരണം നൈറ്റ് ഡ്യൂട്ടിയിലാണല്ലോ എപ്പോഴും റൊട്ടീൻ ചേഞ്ച് ആയി പോകുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് പ്ലാൻ ഉള്ളത് നമുക്ക് എപ്പോഴും കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാക്കി തരും, ഡയറക്ഷൻ ഭയങ്കരമായിട്ട് ക്ലിയർ ആക്കി തരും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.